ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ് സോൺ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ റോൾ പ്ലേ ഒന്നുമല്ല, നമ്മുടെ മറ്റേ ചാനലിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയതും. ഇതുപോലുള്ള മോഡിൻ്റെയും ഗെയിം റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ എങ്ങനെ നമ്മുടെ BSKയിൽ ബസ് സിമുലേറ്റർ കേരളയിൽ എങ്ങനെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് മാക്സിമം എല്ലാവരും ഒന്ന് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഈ ഒരു വണ്ടി നമ്മുടെ BMR ഈ ഒരു വണ്ടി കാണിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാണ് നമ്മൾ ഈ മോഡാണ് BSKയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് പെട്രോൾ പമ്പിലൊക്കെ കൊണ്ടിട്ടു. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അധികം വീഡിയോ എന്ന് പറയാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ. കാരണം 2GB ഡിവൈസിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, 2GB RAM ഉള്ളൊരു ഡിവൈസിൽ. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മളിതേണ്ട ഈ വീഡിയോ എടുക്കുന്നത്. കിടിലമായിട്ട് അപ്പോൾ അത്യാവശ്യം സ്മൂത്ത് തന്നെ ഉണ്ട് ഈ ഒരു ഇതിൽ കളിക്കുമ്പം. ലാഗ് വളരെ കുറവാണ്, എന്നാലും ലാഗ് ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും നല്ലൊരു സ്മൂത്ത് ഫീലൊക്കെ ലഭിക്കും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 2GB ഉള്ള ഫോണിൽ വരെ അത്യാവശ്യം സ്മൂത്തായിട്ട് സ്പെക്ക് ഇല്ലാത്ത ഫോണിൽ വരെ സപ്പോർട്ടാവുന്ന ഒരു ഗെയിമാണിത്. അതാണ് ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് കാരണം. പിന്നെ ബസ്സിടും അതുപോലെ തന്നെ ഈ ഗെയിമും ഒരുമിച്ച് കളിച്ച് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് സിമുലേറ്റർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഗെയിം കളയും ഗൈസ്. അപ്പം അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. ഇതിൻ്റെ റോൾ പ്ലേ ഒന്നും നമ്മൾ ഈ ചാനലിലൊന്നും വരത്തില്ല. റോൾ പ്ലേ ഒന്നും ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്. കാരണം അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ലാഗ് അടിച്ച് വീഡിയോ ചെയ്താൽ അങ്ങനെ കാണുന്നവർക്കൊരു ഇതല്ലേ. അപ്പം നമ്മൾ ഇതേണ്ടപ്പോൾ ഒരു മോഡ് റിവ്യൂ ഒക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാതെ കാണും എങ്ങനെയാണ് ഈ ഒരു ഗെയിമിലോട്ട് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തായാലും അതൊരു റിവ്യൂ ആയിട്ട് വന്നതാണ്. എനിക്ക് ബാക്കിയൊന്നും അറിയത്തില്ല. ഇതിനകത്ത് ട്രാഫിക് മോഡ് കയറ്റാനോ അങ്ങനെ ഇതിനകത്ത് ഓൾറെഡി ട്രാഫിക് മോഡുണ്ട്. അതായത് മറ്റെന്തെങ്കിലും സംഭവം ചെയ്യാനൊന്നും അറിയത്തില്ല. എനിക്ക് ആകപ്പാടെ മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തപ്പോഴേ വണ്ടി ചാടി അങ്ങ് ഇറങ്ങി. ആക്സിലേറ്റർ കൊടുത്തപ്പോഴേ അങ്ങ് വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ. ഇത് നമ്മുടെ ബസ്സിഡിലെ പോലെയല്ല ഗൈസ്. നമ്മൾ ബസ്സിഡിലാണെങ്കിൽ നമ്മൾ ചിലയിടത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ നിർത്തിത്തരും. ബസ്സിഡിൽ ഇവരാണെന്നുണ്ട് ഇടിച്ചങ്ങ് കയറും. നമ്മൾ ജസ്റ്റ് മിസ്സിനൊക്കെ വണ്ടി കൊണ്ടിടുമ്പോൾ ഇവർ ഇടിച്ചങ്ങ് കയറും. നമ്മുടെ ബസ്സിഡിലാണെങ്കിൽ അവർ കുറച്ച് ദൂരം ആണെങ്കിൽ നിർത്തി ഇങ്ങനെ ഇടും. ഓക്കെ, അങ്ങനെ ഒരു ഇതിലുണ്ട്. പിന്നെ അത്യാവശ്യം ഗ്രാഫിക്സ് ബസ്സിഡിനെ വെച്ച് നോക്കുമ്പം ഗ്രാഫിക്സൊക്കെ അത്രയും ഇച്ചിരി കുറവാണ്. പക്ഷേ ബസ്സിഡിനെ വെച്ച് നോക്കുമ്പോൾ ബസ്സിൻ്റെ ഗ്രാഫിക്സ് അടിപൊളിയാണ് ഗൈസ്. ബസ്സിൻ്റെ ലൈറ്റ് സെറ്റപ്പ് നോക്കണം. ലൈറ്റ് സെറ്റപ്പൊക്കെ ബസ്സിഡിനെ വെച്ച് നോക്കുമ്പോൾ പീക്ക് എന്ന് വെച്ചാൽ പീക്ക് ലെവലാണ്. ഇതേലെ ഒരു ലൈറ്റൊക്കെ ഉള്ള ബസ്സിഡിലോട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, എനിക്ക് ഇതിൻ്റെ അധികം കൺട്രോളൊന്നും അറിയത്തില്ല. അതാണ് എപ്പോഴും ഇങ്ങനെ ഇടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതേണ്ട കണ്ടോ, ഒരു ടാങ്കർ ലോറിയൊക്കെ കൊണ്ട് ചാമ്പി. അപ്പോൾ എന്തായാലും ലൈറ്റൊക്കെ കണ്ടോ ഗൈസ്. നമ്മുടെ ബസ്സിഡിനെക്കാട്ടി അടിപൊളിയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ബസ്സിഡാണ് അടിപൊളി. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല മാപ്പൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാൻ കാരണം ഈ മോഡാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അകത്തും കണ്ടില്ലേ നമ്മുടെ BS3 സ്റ്റിയറിംഗ് ഒക്കെയാണ്. നമ്മുടെ ETS2-ൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഗൈസ് ഈ ഒരു ഗെയിമിൽ കൂടെ. കിടിലൻ ETS2-ൻ്റെ കണ്ടില്ലേ, ETS2 പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയൊരു റിയലിസ്റ്റിക്കാണ്. നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ ഇൻവിസിബിൾ ആക്കിയിട്ട് കളിക്കുമ്പം കറക്റ്റ് ETS2-ൻ്റെ ലെവൽ ഫീൽ കിട്ടും ഗൈസ്. പക്ഷേ അങ്ങനെ കളിച്ചാൽ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റുമായിരിക്കും. എനിക്ക് അങ്ങനെ കളിക്കാനായിട്ട് പറ്റത്തില്ല. ബസ്സിഡിലും ഇതിലും അങ്ങനെ കളിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വണ്ടി ഇടിക്കുകയും അതുപോലെ തന്നെ ഗിയർ മാറ്റാൻ നേരം, അതുപോലെ ഒരു വണ്ടി ഓഫാക്കാൻ നേരം ഒക്കെ കുറേ തെറ്റൊക്കെ സംഭവിക്കും. അപ്പോൾ എനിക്ക് കളിക്കാൻ അറിയുന്നൊരു ഈ ഗെയിമിലും ബസ്സിഡിലും കളിക്കാൻ അറിയുന്നത് ഏറ്റവും കൂടുതൽ ക്യാമറ ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ്. ഈ ഒരു ഇൻറ്റീരിയർ ക്യാബിൻ വ്യൂ വെച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടവും. അതുപോലെ തന്നെ ഈ ഒരു വ്യൂ വെച്ചാലേ എനിക്ക് ഇടിക്കാതെ ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഓടിച്ചാലും ബസ്സിഡിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിനകത്ത് വേറെ ക്യാമറ ആംഗിൾ വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി ക്രാഷ് ആവും ഗൈസ്. ഇത് കണ്ടില്ലേ, ഈ 360 ഡിഗ്രി സംഭവം കറക്റ്റ് ETS2 പോലെ തന്നെ ഉണ്ട്. കണ്ടോ, ആ ഒരു ബസ്സിൻ്റെ കൂടെ ക്യാമറയും പോകുന്നുണ്ട്. മറ്റേതാകുമ്പം ബസ്സിഡിലാകുമ്പം ക്യാമറ വേറൊരു സ്ഥലത്ത്, ബസ് വേറൊരു സ്ഥലത്തായിട്ട് പോകും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ മാപ്പും അത്യാവശ്യം കൊള്ളാം ഗൈസ്. കിടിലം മാപ്പൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, നമ്മുടെ ലോ എൻ്റെ ഡിവൈസിന് പറ്റാത്ത സൈസ് ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിതിനെക്കുറിച്ച് അധികമൊന്നും അറിയൊന്നുമില്ല. ഓക്കെ,
ആ പിക്സൽ നെയിം ബോർഡും പിന്നെ ഈ ഫ്രണ്ടിലെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഗൈസ് കിടിലം ഇജാതി സാധനം. ഇത് കണ്ടില്ലേ? നിങ്ങൾ ഈ ഗെയിം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എങ്ങനെയുണ്ട് ഈ ഗെയിം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ എനിക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ റിവ്യൂ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ മോഡിൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് BSK കമ്പാനിയൻ മോഡ് ലിവറി ആപ്പിലോട്ട് പോകണം. ഇതാണ് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിനകത്തെ മോഡേ നമുക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തെ മോഡാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 9.8 MB ആണെന്ന് തോന്നുന്നു. 50K പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്നിട്ട് ഇത് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്പൺ കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ബസ്സിൻ്റെ ഒക്കെ പടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആ ഗെയിമിലെ. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. BSK എന്നൊക്കെ മലയാളത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനൊരു അലവ് കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ അത് അലവ് ചെയ്തൊന്ന് വിട്ടേക്കാം. പിന്നെ ഈ ഒരു ID അവർ പറയും അവൈലബിൾ ഇൻ ഗെയിം സെറ്റിങ്സ് എന്ന്. അപ്പോൾ നമ്മൾ നേരെ പോയി ഗെയിം സെറ്റിങ്സിലോട്ട് പോവുക. അപ്പോൾ ഈ ID കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ ഗെയിം സെറ്റിങ്സിലോട്ട് വന്നത്. അപ്പോൾ നേരെ താഴെ കാണുന്ന ആ ഒരു പ്ലേ, ഗ്യാരേജ്, കസ്റ്റമൈസ്, സ്റ്റോർ, അതിൻ്റെ താഴെ സെറ്റിങ്സ് കണ്ടോ? ഈ സെറ്റിങ്സ് അത് ഓക്കെ, ആ സെറ്റിങ്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ സെറ്റിങ്സ് എടുത്തിട്ട് ആ താഴെ ടെക്സ്ചർ ക്വാളിറ്റിയുടെ താഴെയായിട്ട് കുറേ ഒരു കോഡ് പോലെ കണ്ടോ? അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അപ്പോഴേ അത് കോപ്പി ആവും. ഓക്കെ, ഇപ്പോൾ ആ കോപ്പി ആയ സാധനം നമ്മൾ നേരെ ആ ഒരു BSK ആപ്പിൽ ഈ യൂസർ ID ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ അങ്ങ് പേസ്റ്റ് ചെയ്തിട്ട് സേവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലോട്ട് വരും. ഇവിടെ ആ വെഹിക്കിൾസ് കാണുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ സൈഡിൽ കാണുന്ന കോയിൻസ് കണ്ടോ? എൻ്റെ കോയിൻസ് 0 ആണ്. അപ്പോൾ ഏത് ബസ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു BMR ആണ്, ഗ്രാൻഡ് BMR V2 ആണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇതിന് കോയിൻസ് വേണം. അപ്പോൾ എൻ്റെ 0 കോയിൻസ് ആണ്. അപ്പോൾ എന്തായാലും ഒരു ആഡ് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 15 കോയിൻ വെച്ച് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ നോട്ട് റെഡി എന്ന് കാണിക്കുന്ന എന്തോ ഒരു ബഗ് കാരണമാണ്. അപ്പോൾ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കയറിയാൽ സെറ്റാവും. അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കയറിയപ്പോഴത്തേക്ക് എനിക്ക് സെക്കൻഡ് ആഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു. 30 കോയിൻ 15 വെച്ച് ഇപ്പോൾ സെക്കൻഡ് ടൈമിലാണ് ഞാൻ ആ ആഡ് ചെയ്ത് തീർത്തത്, ആഡ് കണ്ട് തീർത്തത്. അപ്പോൾ എനിക്ക് ഒരു കോയിൻ കിട്ടി 30 കോയിനായിട്ട്. അപ്പോൾ എന്തായാലും 15 വെച്ചാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് 45 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 40ൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 40 എടുത്ത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 100 ആയി കഴിയുമ്പം സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ 45 കോയിൻ മാറി അവിടെ 5 കോയിനാവും. ഇപ്പം കണ്ടില്ലേ? അപ്പം സേവ്. ഓക്കെ, നമ്മൾ ക്ലോസ് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നേരെ BSK നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ എത്തിയിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ കസ്റ്റമൈസ് എന്ന് ഗ്യാരേജിൻ്റെ താഴെ കിടക്കുന്ന കസ്റ്റമൈസ്. അപ്പോൾ പ്ലെയർ, ട്രാഫിക്, മോഡ്, പ്ലെയർ. അതിൽ ആ മോഡിൻ്റെ താഴെ കാണുന്ന ആ ഒരു പ്ലെയർ ഇല്ലേ, പ്ലെയർ എന്നുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ന്യൂ മോഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു പെയിൻറ്റിങ് ബ്രഷിൻ്റെ പടമൊക്കെ കാണിച്ചുകൊണ്ട് വരും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ്സ് ഡോക്യുമെൻറ്റ്സിലോട്ട് കൊണ്ടുവിടും. കണ്ടില്ല? അപ്പോൾ ഇവിടെ ഡോണ്ട് എക്സ്ട്രാക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അതേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും. കുറച്ച് നേരം ഒന്ന് ലോഡാകാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലോഡ് ആയിക്കൊണ്ടിരിക്കുവാണ് മോഡ്. ഓക്കെ, നമ്മുടെ BSK BMR V2 വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മോഡാണ് വന്നേക്കുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയേക്കുന്നത്. ഇനി എന്തായാലും ആ ഒരു ഇൻഡു മാർക്ക് കണ്ടോ? ആ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജ് എടുക്കാം. ഓക്കെ, ഈ ഗ്യാരേജ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാലൻസ് 0 ആണ്. എന്തായാലും എങ്ങനെയും 3000 2500 അങ്ങോട്ട് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആരോ പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ലോഡ് ആകുമ്പോഴത്തേക്ക് അത് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ മോഡാണെന്ന്. കാരണം അതാണ് മോഡായതുകൊണ്ടാണ് ഇത്രയും ഒരു ലോഡ് ആവാൻ താമസം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ BMR. ഓക്കെ, അപ്പോൾ നമ്മുടെ BMR നമ്മുടെ ഗ്യാരേജിലോട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ നേരത്തെ നൈറ്റ് വ്യൂ ഒക്കെ ആയിരുന്നു കാണിച്ചത്. ഇനി അടുത്തത് നമ്മുടെ ഡേ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇനി ഡേയിൽ ഇതെങ്ങനെയാണെന്നുള്ളത് വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതുപോലൊക്കെ ഉള്ളൂ. പക്ഷേ ഇച്ചിരി കൂടെ അടിപൊളി ഡേയിൽ ഓടിക്കാനാണ്. നൈറ്റിലധികം വെട്ടമൊന്നുമില്ല.
ലൈറ്റും കാര്യങ്ങളൊന്നും ബസ്സിൻ്റെ ലൈറ്റ് ഇട്ടാലും അത്ര ക്ലിയർ ആയില്ല, വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ ഈ ലോ എൻഡ് ഡിവൈസ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഹൈ എൻഡ് ഡിവൈസുകൾ വേറെ ആയിരിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പൈസയൊന്നുമില്ല ഇതെടുക്കാനായിട്ട്. അപ്പോൾ 2500 രൂപയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ആഡ് കാണുന്നതിന് 1000 രൂപ വെച്ച് നമുക്ക് കിട്ടും. കണ്ടോ, അങ്ങനെ ടോട്ടൽ ഒരു 3 ആഡ് കാണുവാണെങ്കിൽ നമുക്ക് 3000 റുപ്പീസ് കിട്ടും. അങ്ങനെ നമുക്ക് 3000 രൂപ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിതിൽ 2500-ൻ്റെ ആവശ്യമേ ഉള്ളൂ. 2500 അവിടെ കിടക്കട്ടെ, ഇതിലും ആവശ്യം വരും. അപ്പോൾ എന്തായാലും 3000 രൂപയാണ്. അപ്പോൾ നമ്മളത് 500 ആക്കി 2500 രൂപ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 2,50,000 രൂപ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങ് സ്വന്തമാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ 2500 രൂപ കൊടുത്ത് വണ്ടി വാങ്ങിച്ചു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആഡ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയും ക്യാഷ് വാങ്ങിക്കാം. ഗെയിമിലെ ക്യാഷ് 20 രൂപ കൊടുത്താൽ 30,000 രൂപയും, 40 രൂപ കൊടുത്താൽ 72,000 രൂപയും, 80 രൂപ കൊടുത്താൽ 1,44,000 രൂപയും കിട്ടും. പിന്നെ റിമൂവ് ആഡ്സ് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗെയിമിൽ ആഡ് വരാതിരിക്കാനുള്ള ഇതാണ്. അത് നമുക്ക് 50 രൂപ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നോട്ട് ഫോർ ലോ എൻഡ് മൊബൈൽസ്. അപ്പം ആ മൊബൈലിന് ലോ എൻഡ് മൊബൈൽ വെച്ച് ആ ഒരു മാപ്പ് മോഡ് കളിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സാധാ ഒരു മാപ്പ് മോഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡേ വ്യൂവും കാര്യങ്ങളും ഒക്കെ. അതെ, സാധാ ഒരു നല്ല ലാഗ് അടിക്കുന്നുണ്ട് അത്യാവശ്യം, കുറച്ചേ ഉള്ളൂ. എന്നാലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം. അന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പം തന്നെ ഇങ്ങനെ ഹോം സ്ക്രീനിലോട്ട് പോകുമായിരുന്നു, ഓട്ടോ ബാക്ക് ആകുമായിരുന്നു. ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഗെയിമിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഹൗ ടു പ്ലേ എന്നൊക്കെ കാണിക്കും. അതൊന്നും പിന്നെ നമുക്കറിയത്തില്ല, നമ്മൾ പണ്ടത്തെ ഡ്രൈവർ ഇല്ലയോ. ഓക്കെ, നമ്മൾ പണ്ടത്തെ ബസ് ഡ്രൈവർ ഇല്ലയോ, അപ്പോൾ പിന്നെ നമുക്കിതൊക്കെ അറിയാം. നമ്മൾ ബസ്സിൽ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ അങ്ങ് ഓടിക്കാൻ പോവാണ്. ഓക്കെ 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 നമുക്ക് നൈസായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തേ പോകത്തുള്ളൂ ഗീസ്. അതാണ് ഇങ്ങനെയൊക്കെ വണ്ടി ഇറക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെഡ് വരുന്നത്. ഏതോ ഒരു വട്ടിക്കാട്ടിലാണ്. ഓക്കെ, ഒരു കാട്ടിനകത്തിലാണ്. അതിലും വീടൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ സെക്കൻഡ് മാപ്പിൽ മറ്റേ മുമ്പേ കാണിച്ചൊരു മാപ്പില്ലയോ, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു. ഓക്കെ, നമുക്ക് കളിക്കാൻ പറ്റത്തില്ല, എന്നാലും ലാഗ് അടിച്ചാലും നമ്മൾ പോയി നോക്കി. അവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട്, 2 നില വീടൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കളിക്കാൻ പറ്റും. കുറേ ക്യാമറ മോഡ്സ് അവൈലബിൾ ആണ്. 5 or 6 എങ്ങാണ്ടുണ്ട് ക്യാമറ മോഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, ലിപ്പ് തട്ടല്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ക്യാബിൻ വ്യൂ ഒക്കെ വരുന്നത്. BS3 സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, BS3 സ്റ്റിയറിങ്ങും. പിന്നെ ഇത്രയൊക്കെ ഉള്ളു വേറെ പറയാൻ. പിന്നെ കുറേ കള്ളുകുടിയന്മാരൊക്കെ അവിടുന്ന് വണ്ടി ഓടിച്ച് വരുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ. ഓക്കെ, BS3 സ്റ്റിയറിംഗ് ആണ്. കിടിലനൊരു വൈബാണ്. ഇതിലേതാണ് കണ്ടോ, ഒരു കള്ളുകൂടിയും അങ്ങോട്ട് പോയാണ്ടോ വണ്ടി ഓടിച്ച്. അതെന്തൊക്കെയാണ് ബഗ് വില ആയിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം അത്യാവശ്യം സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും. ഇത് നമ്മൾ സ്പീഡിട്ടാണ് കാണിക്കുന്നത്. എത്ര 1.9x സ്പീഡൊക്കെ ഇട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് ഓടുന്നത് ഗൈസ്. ഓക്കെ ഓക്കെ അതുകൊണ്ട് ഇവിടെ വലിച്ച്, അതുകൊണ്ട് ഇവിടെ ഒരു തെറ്റ്. ഇവിടെ പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അധികം വലിച്ച് നീട്ടുന്നില്ല. ഓൾറെഡി ഫസ്റ്റ് കുറേ വലിച്ച് നീട്ടലൊക്കെ കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ. അപ്പോൾ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും താഴെ, ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കണേ ഗൈസ്. ഓക്കെ ശരി, അപ്പോൾ എല്ലാവരും പോയി മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എൻജോയ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം ബൈ ബൈ.